മനുഷ്യനെ എന്നും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് ഉത്കണ്ഠ. ഇന്നെന്ന ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ നാളെ എന്തായിത്തീരും, എങ്ങനെ എനിക്ക് ജീവിക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള വ്യാകുലതയാണ് പലപ്പോഴും ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത്. മെച്ചമായ ജീവിതം നയിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും അസ്വസ്ഥത നിറഞ്ഞ മനസ്സ് മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നാറുണ്ട്. ഇത്തരം ചിന്താഗതികൾ, ഉത്കണ്ഠ നിറഞ്ഞ ജീവിത ചുറ്റുപാടുകൾ, നാളെ എന്തായിത്തീരും എന്നുള്ള ഭയം പലപ്പോഴും ശാന്തമായ മനസ്സിൻ്റെ ഒരു വെല്ലുവിളിയായിട്ട് കാണുവാൻ കഴിയും. സാധാരണ സ്വാഭാവികമായ പ്രതികരണം മുതൽ സമ്മർദ്ദത്തിലേക്കുള്ള നീക്കമാണ് ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള വ്യക്തികൾ വളരെ ആനന്ദകരമായി ജീവിക്കുന്നു. പക്ഷേ എപ്പോഴാണോ സമ്മർദ്ദത്തിന് വിധേയമാകുന്നത്, അത്തരത്തിലൂടെ ജീവിക്കുമ്പോൾ ഉത്കണ്ഠയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഏറെയാണ്. ഭയം, വിഷമം, അസ്വസ്ഥത ഇവ മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും ഭയത്തിലൂടെയും അസ്വസ്ഥതയിലൂടെയും വിഷാദപൂർവമായ സാഹചര്യങ്ങളിലൂടെയും ഉത്കണ്ഠയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. മനുഷ്യ നിലനിൽപ്പിലെ ഏറ്റവും മോശമായ വിപത്തായിട്ട് ഉത്കണ്ഠയെ കാണുവാൻ കഴിയും. പലപ്പോഴും അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ, ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഒക്കെയും മനുഷ്യനെ അസ്വസ്ഥതയിലേക്കും തിന്മയിലേക്കും നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പുറത്തുനിന്നും ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത്. പുറത്തുനിന്നും അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ വരുമ്പോൾ അവയെ ചെറുത്ത് നിൽക്കുവാനുള്ള കപ്പാസിറ്റി, കഴിവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ഉത്കണ്ഠ ഏത് തലത്തിൽ നിന്നും വരാൻ സാധ്യതയുണ്ടോ അവയെ വ്യക്തമായും പ്രതിരോധിക്കുവാനുള്ള, ചെറുത്ത് നിൽക്കുവാനുള്ള ശേഷി നമ്മിൽ ഉണ്ടാകും. ഏതെല്ലാം തലങ്ങളിലാണ് ഉത്കണ്ഠ നമ്മെ അസ്വസ്ഥമാക്കുന്നത്? ഒന്ന്, സ്വാതന്ത്ര്യ നഷ്ടം. തികച്ചും സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യ മനസ്സ് എന്നും ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ആനന്ദത്തോടെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ പലപ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെടലിലേക്ക് നയിക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ആശങ്ക, ആകുലത, നാളെ എന്തായിത്തീരും എന്ന് അസ്വസ്ഥത നിറഞ്ഞ മനസ്സിലെ ആ ഒരു വെല്ലുവിളി പലപ്പോഴും സ്വാതന്ത്ര്യം നഷ്ടപ്പെടലിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം ബന്ധനത്തിൽ നിന്നുള്ള വിമോചനമാണ്, അടിമത്തത്തിൽ നിന്നുള്ള വിമോചനമാണ്. നമ്മെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളിൽ നിന്നുള്ള മോചനമായിട്ട് നാം സ്വാതന്ത്ര്യത്തെ കാണുമ്പോൾ നമ്മെ തകർക്കുകയല്ല, നമ്മുടെ ജീവിതത്തെ എന്നും തകർച്ചയിലേക്ക് നീങ്ങുന്ന ആ ഒരു സാഹചര്യമല്ല വേണ്ടത്. മറിച്ച് അതിൽ നിന്നുള്ള ഒരു എഴുന്നേൽപ്പാണ് ഈ സ്വാതന്ത്ര്യത്തിലൂടെയുള്ള ജീവിത നീക്കത്തിന് അഭികാമ്യം ആയിരിക്കുന്നത്. പലപ്പോഴും ഉത്കണ്ഠയുള്ള മനസ്സ് സ്വാതന്ത്ര്യമുള്ള നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട്, ജീവിതത്തിന് അർത്ഥമില്ലായ്മ വെളിപ്പെടുത്തുന്നു. ജീവിതം എപ്പോഴും അർത്ഥമുള്ളതാണ്. ജീവിതം എപ്പോഴും ആനന്ദദായകമാണ്. ജീവിതം എപ്പോഴും മൂല്യമുള്ളതാണ്. ജീവിതം എപ്പോഴും ഉത്തരവാദിത്വം ഉള്ളതാണ്. പക്ഷേ എന്തിനോ ഏതിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ള തോന്നൽ പലപ്പോഴും ഉത്കണ്ഠ നമ്മിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അർത്ഥമില്ലാത്ത ജീവിതം എല്ലാ തലങ്ങളെയും ബാധിക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് അർത്ഥമുണ്ട്, എനിക്ക് മൂല്യമുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉത്തമ ബോധ്യത്തിന് എപ്പോഴാണോ തടസ്സം ഉണ്ടാകുന്നത്, ഓർക്കുക, അവിടെയാണ് ഉത്കണ്ഠയുള്ള ഒരു ചിന്ത നമ്മിലേക്ക് വരുമ്പോൾ ആ ജീവിതത്തിന് അർത്ഥമില്ലായ്മ പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. മറ്റൊന്ന്, ശ്രദ്ധയില്ലായ്മ. ശ്രദ്ധ എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഒരു കാര്യം നന്നായി ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശേഷി ശ്രദ്ധയിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്, എപ്പോഴാണോ ശ്രദ്ധ നമ്മിൽ നിന്നും ചോർന്നു പോകുന്നത്,
അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. മനുഷ്യ മനസ്സ് പലപ്പോഴും സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നു, ഉപരിയായി ഉത്കണ്ഠയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുവാനുള്ള ശേഷി, എപ്പോഴാണ് ശ്രദ്ധയില്ലായ്മ വരുന്നത്? അത്തരം സാഹചര്യങ്ങളിൽ വളരെ വിശാലമായ തലത്തിൽ ശ്രദ്ധയിലേക്ക് നീങ്ങുവാനുള്ള ശ്രമം വേണം. പഠന തലത്തിലും ജോലി തലത്തിലും മികവ് പ്രകടിപ്പിക്കുവാൻ ശ്രദ്ധയുള്ള മനസ്സാണ് വേണ്ടത്. മറ്റൊരു കാര്യം, അസ്വസ്ഥത നിറഞ്ഞ മനസ്സ്. മനസ്സ് എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ഇടം ആയിരിക്കണം. മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ ശാന്തത കൈവിട്ടു പോകുമ്പോൾ മനുഷ്യ മനസ്സ് അസ്വസ്ഥമാകുന്നു. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നെടുവീർപ്പിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥമാകുന്ന മനസ്സാണ് എപ്പോഴും പ്രതിഫലിച്ച് കാണുന്നത്. ഇത്തരം അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നത് ഉത്കണ്ഠയുള്ള മനസ്സിൻ്റെ പ്രത്യേകതയാണ്. നാളെ എന്താകും, എങ്ങനെയായിത്തീരും, ഞാൻ എങ്ങനെ എൻ്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യും, പരീക്ഷ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഇൻ്റർവ്യൂ എങ്ങനെ എനിക്ക് നന്നായി ചെയ്യാൻ കഴിയും, ഇങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ല എങ്കിൽ പലപ്പോഴും മനസ്സ് ഉത്കണ്ഠയോടുകൂടെ അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അടുത്ത ഒരു തലം എന്ന് പറയുന്നത് വിശ്രമം ഇല്ലായ്മ. എല്ലാ തലങ്ങളിലുമുള്ള വിശ്രമം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ശരിയായ രീതിയിലുള്ള വിശ്രമം ഇല്ല എങ്കിൽ അത് ജീവിതത്തിൻ്റെ ക്രമത്തെ താളം തെറ്റിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന് യഥാർത്ഥ ഒരു ക്രമമുണ്ട്. അത് ശരിയായ രീതിയിൽ നിലനിന്ന് പോകണം എങ്കിൽ യഥാർത്ഥ രീതിയിലുള്ള വിശ്രമം അനിവാര്യമായി തീരുകയുള്ളൂ. വിശ്രമത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റുകയും ഉത്കണ്ഠയിലേക്ക് നീങ്ങുവാനുള്ള ശ്രമം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ആരോഗ്യ പ്രശ്നങ്ങൾ. ഉത്കണ്ഠയുള്ള മനസ്സിൻ്റെ ഏറ്റവും കാതലായ ഒരു അംശം എന്ന് പറയുന്നത് ആരോഗ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. മനസ്സിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ക്രമേണ ശരീരത്തെ ബാധിക്കുന്നു. മനസ്സ് മുന്നറിയിപ്പ് നൽകുന്നു, അത് ശരീരത്തിലൂടെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം, കൈകാൽ വിറയൽ, തലവേദന, മറ്റ് അസ്വസ്ഥതകൾ, എന്തിനേറെ ബോധക്ഷയം പോലും സംഭവിക്കുവാനുള്ള ശേഷി ഉത്കണ്ഠയുള്ള മനസ്സ് നൽകുന്നു എന്നുള്ളത് പ്രത്യേകത നിറഞ്ഞ കാര്യമാണ്. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അത് ക്രമേണ മനസ്സിനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിന് തന്നെ താളം തെറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. വേറൊന്ന്, സ്പിരിച്വൽ കോൺസെൻട്രേഷൻ. ആത്മീയ തലങ്ങളിലുള്ള നമ്മുടെ സംഭാവന അത് മെച്ചമായ നിലയിൽ നൽകുവാൻ കഴിയാതെ പോകുന്നു. ഉത്കണ്ഠയുള്ള മനസ്സ് ഒന്നിലും വിശ്വാസം അർപ്പിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. ആത്മീയ തലങ്ങളിൽ ശരിയായ രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ, ശ്രദ്ധ നൽകുവാൻ കഴിയാതെ നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്തു പോകുന്നതിനും പല തലങ്ങളിലേക്ക് മനസ്സ് നീങ്ങുന്നതിനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെക്കുറിച്ച് ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിലല്ല, മറിച്ച് ഇന്നെന്നുള്ള ജീവിത യാഥാർത്ഥ്യം മെച്ചകരമായി നയിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഉത്കണ്ഠയെ അതിജീവിക്കുവാൻ കഴിയുന്നത്. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഉത്കണ്ഠ ബാധിക്കാറുണ്ട്. കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം ചില കുഞ്ഞു പ്രാണികളെ, ഇഴജന്തുക്കളെ ഇവയൊക്കെ കണ്ടാൽ പലപ്പോഴും അവരുടെ മനസ്സ് അസ്വസ്ഥമാകാറുണ്ട്. അപരിചിതരെ കണ്ടാൽ അവർ പെട്ടെന്ന് ഒന്ന് പേടിച്ച് പിൻവാങ്ങുന്നത് കാണുവാൻ കഴിയും. അതുപോലെ ഇടിമിന്നൽ, ഇങ്ങനെയുള്ള പ്രകൃതിയിലെ വിവിധ പ്രതിഫലനങ്ങൾ വീക്ഷിക്കുമ്പോൾ അതെന്നെ ഭയപ്പെടുത്തുമോ എന്നൊക്കെ പേടിച്ച് വിരളാറുണ്ട്. അതുപോലെയാണ് ഇരുട്ട്. പല കുഞ്ഞുങ്ങൾക്കും ഇരുട്ട് എന്നുള്ളത് പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയായി മാറാറുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തലങ്ങളിലാണ് അവരെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്, അത്തരം തലങ്ങളിൽ കുഞ്ഞുങ്ങൾ ഉത്കണ്ഠയുള്ള ഒരു ജീവിതത്തിന് അടിമകളായിത്തീരുന്നു. എന്തുകൊണ്ട് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും പല കാര്യങ്ങളിൽ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പല കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്നു എന്ന് ചോദിച്ചാൽ, കുഞ്ഞുനാളിലെ കിട്ടിയിട്ടുള്ള പരിചരണം,
കുഞ്ഞുനാൾ മുതൽ അവർ അനുഭവിക്കുവാൻ കഴിയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ, പ്രതിസന്ധികളെ, അപകടകരമായ സാഹചര്യങ്ങളെ നേരായ നിലയിൽ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലൂടെ ഇന്നും മുതിർന്നവർ പലതിനെ ഭയപ്പെടുന്ന, ഉത്കണ്ഠയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. കുഞ്ഞുമക്കൾക്ക് ശരിയായ രീതിയിൽ ഓരോ കാര്യവും മുന്നോട്ട് നയിക്കുവാനുള്ള വ്യക്തമായ ആലോചന, വ്യക്തമായ കാഴ്ചപ്പാട്, വിശാലമായ ദർശനം നൽകുവാൻ കഴിയുമ്പോൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾക്കും അവർ അടിമകളല്ല എന്നുള്ളത് വ്യക്തമായും കുഞ്ഞുമക്കൾക്ക് തെളിയിക്കുവാൻ കഴിയും. അവരെ ഉത്കണ്ഠാകുലരാക്കുന്ന പല കാര്യങ്ങളും ഇന്നും പല കുഞ്ഞുമക്കളെയും അടിമകളാക്കുമ്പോൾ നേരായ നിലയിലുള്ള ഒരു പരിശീലനം, നേരായ നിലയിലുള്ള ഒരു മുന്നേറ്റമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. മറ്റൊന്ന്, കൗമാര തലത്തിലും യൗവന തലത്തിലുമുള്ളവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു അടിത്തറ ഇല്ല എങ്കിൽ പലപ്പോഴും ഉത്കണ്ഠാകുലർ ആകാറുണ്ട്. കൗമാരം, യൗവനം എന്ന ആ ജീവിതഘട്ടം നോക്കുമ്പോൾ ശരിയായ രീതിയിൽ പക്വതയിലേക്ക് നീങ്ങേണ്ട പ്രായമാണ്. അവർ ഒരു ടേണിംഗ് പോയിൻ്റാണ്, ഒരു തിരിച്ചുവരവ്, ജീവിതത്തിലെ ഒരു മുന്നേറ്റമാണ്. ജീവിതത്തിൽ എന്തും അഭിമുഖീകരിച്ചുകൊണ്ട് ഏതെല്ലാം തലങ്ങളിൽ മുന്നോട്ട് നീങ്ങണമോ അത്തരം നിലകളിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ആ ഒരു ഊർജമാണ് കൗമാര യൗവന കാലഘട്ടങ്ങളിൽ സമ്പാദിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് പുറമെ കൗമാര യൗവന കാലഘട്ടത്തിലും പലരെയും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് ഉത്കണ്ഠയുള്ള മനസ്സ്. കുട്ടിത്തം വിട്ട് അവരുടെ ജീവിതചര്യ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ പല അസ്വസ്ഥതകൾ അവരെ അഭിമുഖീകരിക്കുവാൻ കഴിയും. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വിജയം ലക്ഷ്യമാക്കുന്ന ജീവിതചര്യയാണ് ഏവരും ആകാംക്ഷിക്കുന്നത്. ജീവിതം ലക്ഷ്യമാക്കുന്ന ആ ഒരു ജീവിതചര്യയാണ് ഏവരും ലക്ഷ്യം ഇടുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഉത്കണ്ഠയുള്ള ചിന്താകുലങ്ങൾ വരുമ്പോൾ കൗമാരത്തിലെയും യൗവനത്തിലെയും മക്കളെ അതൊരുപാട് ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പലപ്പോഴും ശരിയായ ജീവിതത്തോട് ലക്ഷ്യബോധം ഇല്ലാത്ത ഒരനുഭവം നിരാശയിലേക്കും അതുപോലെ തന്നെ ജീവിതം വഴിമുട്ടിക്കുന്ന സാഹചര്യത്തിലേക്കും ലക്ഷ്യപാതയിൽ നിന്നും വ്യത്യസ്തമായ ആ ഒരു തലങ്ങളിലേക്കും നയിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടെയാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അമിതമായ ഉത്കണ്ഠ. കൗമാരപ്രായത്തിലും യൗവനപ്രായത്തിലുമുള്ള ആ കാലഘട്ടത്തിൽ പരീക്ഷയെ അഭിമുഖീകരിക്കുക, ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുക, ജോലിയിൽ പ്രവേശിക്കുക, ഇങ്ങനെ പല തലങ്ങളിലും ജീവിതത്തിൽ മെച്ചമായ സാഹചര്യങ്ങളിലേക്ക് കാൽവയ്ക്കുന്ന ഘട്ടമാണ് ഈ കൗമാര യൗവന ഘട്ടം എന്ന് പറയുന്നത്. അത് ശരിയായ നിലയിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചില്ല എങ്കിൽ കാലക്രമേണ ഉത്കണ്ഠയിലേക്കും മനസ്സ് അസ്വസ്ഥമാകുന്ന ആ ജീവിതചര്യയിലേക്കാണ് നയിക്കുന്നത്. മറ്റൊന്ന്, യൗവന കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വിവാഹം എന്ന സുന്ദര സ്വപ്നത്തിലേക്ക് കാൽവയ്ക്കുന്ന പ്രതിഭാസം. പലപ്പോഴും പലരും ഇത് ഭീതി നിറഞ്ഞ അല്ലെങ്കിൽ എന്തിനോ ഏതിനോ വേണ്ടിയുള്ള ഒരു സംരംഭമായി വിവാഹത്തെ കാണാറുണ്ട്. വിവാഹം എന്നുള്ളത് ലക്ഷ്യബോധത്തിൽ എത്തുന്ന മനുഷ്യജീവന് ദൈവം നൽകിയ അതിമഹത്തായ ഒരു സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ലക്ഷ്യത്തിലെത്തുന്ന ഒരു ജീവിത യാത്രയായി കാണപ്പെടുമ്പോൾ മാത്രമാണ് ഉത്കണ്ഠയിൽ നിന്നും മെച്ചമായ ജീവിതത്തിന് ഉടമകളായി അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത്. കൗമാര യൗവന കാലഘട്ടങ്ങളിൽ തങ്ങളുടെ ജീവിതം ഊർജമുള്ളതാണ്, ജീവിതം സന്തോഷമുള്ളതാണ്, ആനന്ദമുള്ളതാണ്, ഓട്ടം ഓടി തികയ്ക്കേണ്ടതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിൽ ഉത്കണ്ഠയുള്ള ജീവിതമല്ല വേണ്ടത്. അതിനേക്കാൾ അപ്പുറമായി ഉത്കണ്ഠയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ന് എന്നുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ മാതാപിതാക്കന്മാർ പലപ്പോഴും അമ്മമാരെയും പിതാക്കന്മാരെയും അസ്വസ്ഥമാക്കുന്ന മനസ്സാണ് അവരിൽ ഉള്ളത്. പല അമ്മമാരോടും പിതാക്കന്മാരോടും ചോദിച്ചാൽ അവർക്ക് അവരെക്കുറിച്ചുള്ള ചിന്തയല്ല അലട്ടുന്നത്, മറിച്ച് മക്കളെക്കുറിച്ച്, മക്കൾ നാളെ എന്തായിത്തീരും, മക്കളെ എങ്ങനെ മെച്ചകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുവാൻ കഴിയും, ഇങ്ങനെ പലവിധ
പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്, ഒരു മനുഷ്യ മനസ്സാണ് പല പാരൻസിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത്. തങ്ങളുടെ ജീവിതം മെച്ചകരമായി നയിക്കുന്ന ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുതിക്കൊണ്ട് സന്തോഷത്തോടുള്ള ജീവിതം നയിക്കുകയാണ് വേണ്ടത്. തങ്ങൾ എന്നും സന്തോഷമുള്ള, എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ കരുത്ത് ആർജിക്കുന്ന മാതാപിതാക്കന്മാരാണ് ഇന്നിൻ്റെ ആവശ്യം ആയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവർ വീട്ടിലൊപ്പമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ഉണ്ട്. പക്ഷേ അവയെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനുള്ള മനസ്സാണ് മാതാപിതാക്കന്മാർക്ക് വേണ്ടത്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുമ്പോഴും അവയെ നമുക്ക് ലഭിച്ചിട്ടുള്ള സോഴ്സസ്, നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, അവയെ മെച്ചമായി കൈകാര്യം ചെയ്യുവാനുള്ള ആ ഒരു സന്തോഷപൂർവമായ തീരുമാനമാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. മറ്റു നാലാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അമിതമായ ഉത്കണ്ഠയിലേക്കും ജീവിക്കുന്ന വാർദ്ധക്യത്തിലുള്ളവർ ഏറെയാണ്. എന്നെ ആര് നോക്കും? എനിക്ക് എന്തായിത്തീരും? ഞാൻ കിടപ്പിലായാൽ എൻ്റെ ജീവിതം എങ്ങനെയാണ്? അത് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യ മനസ്സിനെ അലട്ടാറുള്ള ചിന്തകളാണ്. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ മരണഭീതി, രോഗഭീതി ഇവ ഒരുപാട് മനസ്സിനെ അസ്വസ്ഥമാക്കാറുണ്ട്. ഈ രോഗഭീതി, മരണഭീതി ഇവയൊക്കെ മനുഷ്യ മനസ്സിൽ ഉണ്ടാകുമ്പോൾ, വാർദ്ധക്യത്തിലുള്ളവരുടെ മനസ്സിന് ഇത്തരം ചിന്തകൾ ഭരിക്കുമ്പോൾ ശരിയായി ഉറങ്ങുന്നതിനോ ശരിയായി ആഹാരം കഴിക്കുന്നതിനോ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുന്നതിനോ താല്പര്യം പ്രകടിപ്പിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ക്രൂരമായ സ്വഭാവത്തിൻ്റെ, എന്തിനും ഏതിനും കുറ്റം പറയുന്ന ആ സാഹചര്യത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു പ്രയാണമാണ് വാർദ്ധക്യത്തിലേക്ക് എത്തിയവരുടെ മനസ്സിൽ ഉണ്ടാകാറുള്ളത്. അതുമാത്രവുമല്ല, ഇനി അടുത്തെന്തായിത്തീരും, ഈ ലോക ജീവിതം കഴിഞ്ഞാൽ എന്തായിത്തീരും, അതും പലരെയും ബാധിക്കാറുള്ള ഒരു വിഷയമാണ്. വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ, വാർദ്ധക്യം ഏറ്റവും സന്തോഷമാണ്, ദൈവം നൽകിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ്, ദാനമാണ്. ഇത്രയും കാലം ജീവിക്കുവാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യമാണ് എന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ, ഉത്കണ്ഠയുള്ള ചിന്താകുലങ്ങളെ, ഉത്കണ്ഠയും അസ്വസ്ഥതയും നിറഞ്ഞ മനുഷ്യ മനസ്സിനെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇന്നുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാനുള്ള വിശാല മനസ്സാണ് ആവശ്യം ആയിരിക്കുന്നത്. പലപ്പോഴും ഉത്കണ്ഠ നിറഞ്ഞ ജീവിത ചുറ്റുപാട് ഭയം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. ഭയം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് നയിക്കുമ്പോൾ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചമാക്കുന്നു എന്നുള്ള പോസിറ്റീവ് ചിന്ത സ്വായത്തമാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉത്കണ്ഠ നിറഞ്ഞ, അല്ലെങ്കിൽ ഭയം നിറഞ്ഞ സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കുവാൻ കഴിയുന്നത്. ഭയം നിറഞ്ഞ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒന്നിനോടൊന്ന് പ്രതിസന്ധികളും പരാജയങ്ങളും കുറ്റബോധങ്ങളും എല്ലാം മനുഷ്യ മനസ്സിനെ അലട്ടാറുണ്ട്. എന്നാൽ ഈ ഭയം നിറഞ്ഞ, ഉത്കണ്ഠ നിറഞ്ഞ സാഹചര്യങ്ങളെ അവയൊന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ഏറ്റവും മെച്ചകരമായ ജീവിതം നയിക്കുകയാണ് വേണ്ടത്. സാധാരണ ഫിയർ ഓഫ് ഫിയർ, ഭയത്തിന്മേൽ ഭയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ആൻഷൈറ്റി, സെൻസിറ്റിവിറ്റി എന്നുള്ളത്. ആ ആൻഷൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി കാണപ്പെടാറുണ്ട്. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉത്കണ്ഠയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നെ അങ്ങേയറ്റം പേടിപ്പിക്കാറുണ്ടോ? രണ്ട്, ഉത്കണ്ഠയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഞാൻ അങ്ങേയറ്റം മോശമായി കാണുന്നുണ്ടോ? മൂന്ന്, ഉത്കണ്ഠയാൽ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, തലകറക്കം, കൈകാൽ കഴപ്പ്, കൈകാൽ വിറയൽ, ബോധക്ഷയം, മറ്റ് മറവി, ശ്വാസതടസ്സം, ഇങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങേയറ്റം പേടിക്കാറുണ്ടോ? നാല്, ഉത്കണ്ഠയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ
അവയെ നിയന്ത്രിക്കുവാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കാറുണ്ടോ? 5. ഉത്കണ്ഠ എന്നിൽ ഉണ്ടാകുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഹാർട്ട് ബീറ്റ്, അതിൽ ഞാൻ ഒരുപാട് പേടിക്കാറുണ്ടോ? 6. ഉത്കണ്ഠയാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധ കിട്ടാത്തതിൽ ഞാൻ അങ്ങേയറ്റം പേടിക്കാറുണ്ടോ? ഈ 6 ക്വസ്റ്റ്യൻസിനും 4 5 ക്വസ്റ്റ്യൻസിന് ഉത്തരം അതെ എന്നാണെങ്കിൽ നാം അമിതമായി ഉത്കണ്ഠാകുലരാണ്. അങ്ങേറ്റം പേടിക്കാറുണ്ടോ? അങ്ങേറ്റം എന്നുള്ള ആ വേർഡ് തന്നെ മാക്സിമം ലെവലിൽ അത് നമ്മെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളിലേക്ക് നയിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഉത്കണ്ഠയെ അഭിമുഖീകരിക്കുന്നതിലൂടെ എനിക്ക് വേണ്ടത്ര ശ്രദ്ധ കൈവരിക്കുവാൻ കഴിയാതെ ഞാൻ ഉത്കണ്ഠയ്ക്ക് അടിമകളായിത്തീരുന്ന ആ സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഹിയർ ആൻഡ് നൗ എന്നുള്ള കോൺസെപ്റ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇവിടെ ഇന്ന്, ഇത് നാളെ ഓർത്തുള്ള വ്യാകുലത്തെ മാറ്റിമറിക്കുന്ന ബെസ്റ്റ് മെഡിസിനായിട്ട് കാണുവാൻ കഴിയും. ഇന്നെന്നുള്ളതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ന് എൻ്റെ മുൻപിലുള്ള സാധ്യതകളെ, ഇവിടെ എൻ്റെ സാധ്യതകളെ മെച്ചമായി കണ്ടുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് നന്നായി ചെയ്യുവാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ഉത്കണ്ഠയെ അതിജീവിക്കുവാനുള്ള പ്രഥമ പടിയായിട്ട് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ വിചാരപ്പെടരുത് എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ, വയലിലെ പുല്ലിനെ നോക്കുവിൻ, അവയെല്ലാം ദൈവം എത്രയോ മനോഹരമായി ചമയിക്കുന്നു, എത്രയോ നന്നായിട്ട് വളർത്തുന്നു. പിന്നെ അല്പവിശ്വാസികളായ നാം എന്തിന് വിചാരപ്പെടുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് അവിടെ നമ്മോട് ചോദിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും ആകുല ചിത്തരാകാതെ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നേടിക്കൊണ്ട്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം സന്തോഷപൂർണമായി തീരുന്നത്. ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുവാൻ, ഭാവിയെ ഓർത്ത് സന്തോഷിക്കുവാൻ, ഭാവിയെ ഓർത്ത് മികച്ചത് പ്രതീക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഭാവിയോർത്ത് പുഞ്ചിരിയിടുവാൻ കഴിയുമ്പോൾ ഉത്കണ്ഠയെ അതിജീവിക്കുന്നതിനും ഇന്ന് എന്നുള്ള യാഥാർത്ഥ്യത്തെ മെച്ചമായി കണ്ടുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മുന്നേറുന്നതിനും നമുക്ക് ഇടവരട്ടെ. അതിന് ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.